വിദേശ കമ്പനികളിൽ നിന്ന് CPM പണം കൈപ്പറ്റിയതായി RSP നേതാവ് ഷിബു ബേബി ജോൺ. മേഘ എഞ്ചിനീയറിംഗ്, നവയുഗ എഞ്ചിനീയറിംഗ് എന്നിവർ CPMന് പണം നൽകിയിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനികളാണിത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ കണക്കുകളെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. അതിൽ ഈ വിവാദപരം എന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാ കമ്പനികളുടെ കയ്യിൽ നിന്നും CPMന് ബാലൻസ് ഷീറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. രാജ്യത്ത് ഏറ്റവും വലിയ CBIയുടെ അന്വേഷണ വിധേയമായി നിൽക്കുന്ന കമ്പനി മേഘ കൺസ്ട്രക്ഷൻസ് ആണ്, മേഘ എഞ്ചിനീയറിംഗ്. അവരാണ് രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിച്ചത്. മേഘ എഞ്ചിനീയറിംഗ് CPMന് പണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നവയുഗ എഞ്ചിനീയറിംഗ് വീണ്ടും ഒരു വിവാദ കമ്പനിയാണ്. മാത്രവുമല്ല ഒരു അദാനിയുമായിട്ട് ചേർന്നുള്ള ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയും ഉണ്ട് നവയുഗയിൽ. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, ഒരുപക്ഷെ വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയല്ലേ പുറത്തു വരുന്നത്? സത്യമാണ്. കാരണം ഈ വിവാദ കമ്പനികൾ മേഘ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞ നവയുഗ എഞ്ചിനീയറിംഗ്, കേരളത്തിൽ നിന്ന് യൂണിടെക് തുടങ്ങിയ കമ്പനികളെല്ലാം ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് CPM അടക്കമുള്ള പാർട്ടികൾ ഉയർത്തിവിട്ട വലിയ ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ട്. അപ്പോ അതൊക്കെ ഒരു യുക്തിരഹിതമായ വിവാദങ്ങളാണ് എന്ന് തെളിയിക്കുന്നതാണ്. കാരണം ഒരു വശത്ത് ഈ പാർട്ടികളിൽ നിന്നെല്ലാം പണം സ്വീകരിക്കുക, അതിനുശേഷം അവർ ഇലക്ട്രൽ ബോണ്ടായി ഫണ്ട് തരുമ്പോൾ തങ്ങൾ അത് വാങ്ങില്ല എന്ന് പറയുന്നൊരു നിലപാട് സ്വീകരിക്കുക. അതായത് പണം മേടിക്കുന്നു, പക്ഷെ അത് ഇലക്ട്രൽ ബോണ്ടായി തങ്ങൾ വാങ്ങിക്കില്ല എന്ന് മാത്രമാണ് CPM പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട് CPM മാത്രമാണ് ആ രീതിയിൽ ഫണ്ട്, ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ഫണ്ട് വാങ്ങാതിരുന്നത്. പക്ഷെ അവർ കൃത്യമായി ഈ കമ്പനികളിൽ നിന്നെല്ലാം പണം സ്വീകരിച്ചിട്ടുണ്ട്. അതിന് ഓഡിറ്റ് രേഖകൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM തന്നെ നൽകിയിട്ടുള്ള ഓഡിറ്റ് രേഖകളാണ് തെളിവിൽ വരുന്നത്. അതാണ് വീണ്ടും നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPM എക്കാലത്തും വലിയ രീതിയിൽ വിമർശിക്കുന്നുള്ള ഇന്ത്യൻ ഫാർമ സെക്ടറിലെ പല കമ്പനികളിൽ നിന്നും CPM പണം വാങ്ങിയിട്ടുണ്ട്. ഫാർമ കമ്പനികൾ ഇന്ത്യയെ രോഗങ്ങളിലേക്ക് തള്ളിവിടുന്നു, അല്ലെങ്കിൽ അവർ വലിയ കുത്തകകളാണ് എന്നൊക്കെ രീതിയിലുള്ള വിമർശനങ്ങൾ CPM പല കാലത്ത് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ കമ്പനികളിൽ നിന്ന് CPM ഇപ്പോൾ പണം വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഈ പറഞ്ഞ രേഖകൾ വഴി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് 20,000 രൂപയിൽ കൂടുതൽ പണം സംഭാവന നൽകിയിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ എല്ലാ പാർട്ടികളും നൽകേണ്ടതുണ്ട്. അങ്ങനെയുള്ള കൃത്യമായി നൽകിയിട്ടുള്ള വിവരങ്ങൾ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭ്യമായ വിവരങ്ങളിൽ നിന്നാണ് ഈ കണക്കുകളെല്ലാം പുറത്തു വരുന്നത്. 2017, 19, 2020, 22 വർഷങ്ങളിൽ CPM ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ആരോപണം വന്നിരിക്കുന്നത്. എന്തായാലും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് CPM ഉയർത്തിവിട്ട വലിയ ആരോപണങ്ങളുണ്ട്. തങ്ങൾ ഈ രീതിയിൽ വലിയൊരു മെയിനടിക്കലൊക്കെ CPM നടത്തിയിരുന്നു. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി ആ രീതിയിലുള്ള വലിയ വിമർശനങ്ങളും CPM നടത്തിയിരുന്നു. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെട്ടിരുന്ന അതേ കമ്പനികളിൽ നിന്ന് CPM പണം സ്വീകരിച്ചിരിക്കുന്നു. അതിനുള്ള തെളിവുകളാണ് പുറത്തു വന്നത്. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിൽ വഴി പണം വാങ്ങില്ല എന്ന് പറയുന്ന ഒരു യുക്തിരഹിതമായ നിലപാടുമാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. അതിനുള്ള രേഖകളാണ് ഇപ്പോൾ ഷിബു ബേബി ജോൺ പുറത്തുവിട്ടിരിക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. പ്രജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.